മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. താനെന്താ എന്താ ഫോൺ എടുക്കാത്ത? മുരളി, ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാ. നേരിട്ട് വന്നല്ലോ, സംസാരിക്കടോ. அன்னைக்கே உன்னை கேட்டிருந்தேன், அந்த அஜ்மலா நம்மளா மான்னு. அப்ப நீ என்ன சொன்ன? 100% விஸ்வசிக்க, 100% லைக் அ பிரதர். பிரதர் நல்லா வச்சாங்க ஆப்பு உனக்கு. இத்தனை வருஷமா இந்த நாட்டில் இருந்துக்கிட்டு பிஸ்னஸ்ல யாரை நம்பணும் யாரை நம்பக்கூடாதுன்னு கூட தெரியாம நீ எல்லாம் என்னத்தகடா பிஸ்னஸ் பண்ணிட்டு இருக்க போட்ட. മുരളി പ്ലീസ്, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. என்ன நீ எனக்கு மரியாதை கத்து தரியா? You gonna teach me how to behave? காசு கொடுத்துட்டு பேசுறா. 3.5 மில்லியன் மேடிச்சோண்டு போயிட்டு நீ என்ன மரியாதை படிப்பிக்க பாடா மான கேட்டவனே. മുരളി പ്ലീസ് விடுறா, பேசி விடு. വേണ്ട, don't create a scene. എത്രയും പെട്ടെന്ന് എന്റെ കാശ് തിരിച്ച് തന്നില്ലെങ്കിൽ നിന്റെ ആ ഗ്യാരണ്ടി ചെക്ക് ഞാൻ പ്രസന്റ് ചെയ്യും. അപ്പുറം നീയും നിന്റെ കുടുംബവും അകത്ത് പോകും. സാവടാ ഉനക്ക്, മനസ്സിലായോടാ? അവയൊന്നും പറയണ്ട, പപ്പൻ സ്വസ്ഥായിരിക്കട്ടെ. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്താ അമ്മ? അമ്മ ഇങ്ങ് വന്നേ, ഞാൻ പറയട്ടെ. It's merely a correction in what was arguably the world's fastest growing spot. For critics, it's a sign that Dubai overstretched itself and is set for a fall. There's no doubt the Emirates has plenty of appeal. It's famous for having the world's tallest buildings, lavish properties, and headline-hitting development projects such as Matthew. man-made islands like the Palm. When oil was above $100 a barrel, it looked as if the region was insulated from എബിനോ, the economic storm wreaking havoc over much of the rest of the എവിടെ world. വെച്ച്? എബിൻ, നീ കുടിച്ചിട്ടുണ്ടോ? യാ, എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. എവ്രി വൺ വാസ് ഡ്രിങ്കിങ്. ഞാൻ ഒരു ബിയർ മാത്രമേ കുടിച്ചുള്ളൂ. കുടിയന്മാർക്ക് കണക്കൊക്കെ. നീ റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയടാ. പപ്പയോട് ആരോ പറഞ്ഞു. ചോദിച്ചതിന് ഉത്തരം പറയടാ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരുത്തൻ എൻ്റെ ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്തു, ഞാൻ റിയാക്ട് ചെയ്തു. ആദ്യം കൈവച്ചതും അവനാ. എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ന്യായം പറയുന്നതാ. പണ്ട് ഇതുപോലെ കോളേജ് കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ഡിസ്മിസലും വാങ്ങിച്ചു വന്നവനാ നീ. ഒന്നിനും കൊള്ളാത്ത തെണ്ടി പിള്ളേരെ പോലെ നടക്കാൻ നാണം ഉണ്ടോടാ നിനക്ക്? പപ്പയ്ക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വേണ്ട. ആർക്കാണ് ഫ്രസ്ട്രേഷൻ? എന്താണ് എനിക്ക് ഫ്രസ്ട്രേഷൻ? എന്നോട് എന്തിനാ ചൂടാവുന്നേ? ഞാനാണ് നാട്ടുകാരുടെ പൈസ ഒക്കെ മേടിച്ച്. ഞാൻ കാരണമാണോ 24 മണിക്കൂർ ആൾക്കാരെ പൈസ വിളിക്കുന്നത്? ഞാൻ എന്റെ കാരണമാണോ? Is it because of me? എന്നെ ഉപദേശിക്കാനും ചോദ്യം ചെയ്യാനും വരുന്നതിന് മുമ്പ് അതിനുള്ള അർഹതയുണ്ടോ എന്ന് സ്വയം ചോദിച്ചു. ജെറി കൈയെടുക്ക. ജെറി കൈയെടുക്കടാ. അയ്യോ കുഞ്ഞ്. ചായന എണീറ്റോ? ഞാൻ പോയി കാപ്പി ഇടാം. ഇന്ന് ഞാനും അടുക്കളയിൽ കയറി. എബിൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. അവന്റെ പ്രായത്തിലുള്ള പിള്ളേർക്ക് എങ്ങനെയാ സംസാരിക്കണ്ടേന്ന്. കുഴപ്പം അവൻ്റെ മാത്രമല്ല, അവൻ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് അവനെ ചീത്ത വിളിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അത് തെറ്റല്ലേ? മക്കളെ നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്നാലും അവൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഷെളി, ലൈബീരിയയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കുറച്ച് സ്ക്രാപ്പ് കിടപ്പുണ്ട്. ഇറാനിൽ എനിക്കൊന്ന് 2 ബയേഴ്സും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് നടന്നാൽ ഒരു വലിയ എമൗണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വരും. പക്ഷെ ഞാനൊന്ന് ലൈബീരിയ വരെ ട്രാവൽ ചെയ്യേണ്ടി വരും. അതിനൊക്കെയുള്ള ചെലവ് മാത്യു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇച്ചായും പോയിട്ട് വാ. പക്ഷേ ഈ സമയത്ത് നിന്നെ മക്കളെ ഇവിടെ വിട്ടിട്ട്. ഇച്ചായോ, ബിസിനസ്സിലുള്ള ലാഭവും നഷ്ടവും ഒക്കെ കണ്ടു വളർന്ന നല്ല ഉശിരുള്ള അച്ചായത്തിയാ ഞാൻ. കടക്കാരെയൊക്കെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. എൻ്റെ മുമ്പിൽ ഒരുത്തനും വാല് പൊക്കില്ല.
ഇച്ചായൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നാട്ടിലേക്കാണോ? സുഖമല്ലേ? സുഖമായിരിക്കും സാർ. ഉണ്ണീട്ടാ, എന്നാ പോയിട്ട് വരാം. ശരി ചേട്ടാ. പ്രമോദ് സാർ അപ്പോൾ വേണ്ട, ഞാൻ കൊടുത്തോളാം. ട്രോളി വേണോ സാർ? ഏയ് വേണ്ട. കവിയൂർ ഓർത്തഡോക്സ് പള്ളി വെച്ചിട്ടാ ഞാൻ നിൻ്റെ അമ്മയെ ആദ്യമായിട്ട് കാണുന്നു. അവിടെ വെച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെ കെട്ടും. പള്ളിമുറ്റത്തുനിന്ന് അവിടെ കൈ പിടിച്ചിറങ്ങി അന്ന് തൊട്ടിന്നവരെ ഞാൻ അവളെ കരയിച്ചിട്ടില്ല. ഷെളി കരയാൻ പാടില്ല. എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. നോക്കിയേക്കനടാ. ഇന്നലെ രാത്രി മുരളീമേനോൻ വിളിച്ചിരുന്നു. അയാളുടെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും കോടതി കയറ്റുമെന്നാണ് പറയുന്നത്. ഇന്റർപോളിൽ പ്രഷർ ചെയ്ത് കേസ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞു. മറ്റു കടക്കാരുടെയും സ്വരം മാറിയിട്ടുണ്ട്. ഇച്ചായം വരാൻ ഇനിയും സമയമെടുക്കും. നമ്മൾ കുറച്ച് എമൗണ്ടെങ്കിലും ഉടനെ സെറ്റിൽ ചെയ്തേ പറ്റൂ. നാട്ടിലുള്ള നമ്മുടെ പ്രോപ്പർട്ടീസ് വിറ്റാലോ? അതുകൊണ്ട് മാത്രം ആവില്ല. നിങ്ങളുടെയൊക്കെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച് FD ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ഇവിടെയുള്ള പ്രോപ്പർട്ടീസും. ഇവിടെ നമുക്കതിന് മാത്രം. നമ്മുടെ വീട്, നമ്മുടെ ഓഫീസ്. അയ്യോ, ഇപ്പം നമ്മുടെ സ്റ്റാഫ്, മണിച്ചേട്ടൻ, മൊയ്തുക്ക, എല്ലാവരെയും പിരിച്ചുവിടേണ്ടി വരും. ഇതുകൂടാതെ പെട്ടെന്ന് കുറച്ച് എമൗണ്ട് റെഡിയാക്കണമെങ്കിൽ വേറൊരു സാധനവും കൂടെ നമ്മൾ വിൽക്കേണ്ടി വരും. മേടിക്കാൻ വരണോ ഇനിയും ലേറ്റ് ആവും അത്രേ. ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ ഒരു സമയം അങ്ങോട്ട് പറയും. നമ്മൾ കറക്റ്റായിട്ട് എത്തി വിളിച്ച് ചോദിക്കുമ്പോൾ അവന്മാർ പറയും ഓൺ ദ വേ. എന്തുട്ട് ഓൺ ദ വേ? അവിടുത്തെ കട്ടിൽ മുന്നേ എത്തിയിട്ട് പോലും ഉണ്ടാവില്ല, എന്നാലും വെച്ച് കാച്ചും ഓൺ ദ വേ. ഇവനെ മേടിക്കാൻ പോയ കഥ അറിയും നിനക്ക്? അന്ന് നിങ്ങൾ ഊട്ടി പഠിച്ചുകൊണ്ടിരിക്കുക. ഷെർലി 8 മാസം പ്രഗ്നന്റ്. നമ്മുടെ മുത്തിനെ അവൻ വയറ്റേ കിടന്ന് ഒരു ജാതി കുത്തും ചവിട്ടുമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഷെർലിക്കൊരു മോഹം. അവളുടെ അബുദാബിയിലുള്ള കൂട്ടുകാരുടെ മോളുടെ കല്യാണത്തിന് പോകണം. അന്ന് ജേക്കബിൻ്റെ കയ്യിൽ പഴയ ഒരു കൊറോളയാണ്. വലിയ കണ്ടീഷനൊന്നുമില്ല. ഷെർലിയും കൊണ്ട് ഇത്ര ദൂരം അങ്ങോട്ട് ഓടിച്ച് ഈ കാറിൽ കൊണ്ടുപോകാൻ ജേക്കബിന് ഒരു പേടി. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ 2 പേരും കൂടി ഒറ്റ വിടലാണ് നമ്മുടെ ബെൻസിൻ്റെ ഷോറൂമിലേക്ക്. റെഡി ക്യാഷ് മേശപ്പുറത്ത് വെച്ചിട്ട് 3 ദിവസം കൊണ്ട് മാർക്കറ്റിൽ നിന്ന് പെടയ്ക്കണ മീനെ കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവന്നതാ ഈ മഹാനെ. എത്ര സ്പീഡിൽ ഓടിച്ചാലും ഇവൻ കുലുങ്ങില്ലടോ. സാർ, കഴിഞ്ഞ 20 വർഷമായിട്ട് മാർക്കറ്റിലുള്ള കമ്പനിയാണ് സാർ സെൻറ്റർ ഗ്രൂപ്പ്. മാത്രമല്ല ബാക്കി സപ്ലൈസിനെ പോലെ ഈ ലോക്കൽ സ്ക്രാപ്പിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ലോ ക്വാളിറ്റി സ്റ്റീലല്ല സാർ ഞങ്ങളുടേത്. ദിസ് ഈസ് എ ഫൈനസ്റ്റ് ക്വാളിറ്റി ഫ്രം ടർക്കി. അതും മാർക്കറ്റിൽ ബെസ്റ്റ് റേറ്റിൽ തരാം സാർ. ഓയിൽ കമ്പനീസ് എല്ലാം അപ്രൂവ് ചെയ്താണ് സാർ ഞങ്ങളുടെ സ്റ്റീൽ.
മാം, നിങ്ങളെ കമ്പനി വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിലാന്നുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ. ആ സാർ, അത് കോമ്പറ്റീറ്റീവ്സ് ചുമ്മാ പറഞ്ഞു പറ്റുന്നതാണ് സാർ. ഞങ്ങൾക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളിപ്പോൾ അത് സോൾവ് ചെയ്തു സാർ. എല്ലാ കടങ്ങളും കൊടുത്ത് തീർത്തെന്നാണോ പറയണേ? യെസ് സാർ. മിസ്റ്റർ ജെറി, നിങ്ങളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ കൂട്ടത്തിൽ എൻ്റെ 1-2 ഫ്രണ്ട്സും ഉണ്ട്. അവർക്ക് നിങ്ങൾ എന്തോരം കാശ് കൊടുക്കാനുണ്ട് എന്നുള്ള എൻ്റെ അക്കൗണ്ട് ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്, ടു ദ ഡോട്ട്. പിന്നെ ഞാൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ആളെ കൂടെയാണ്. ഷേർലി മാമിനും ജെറിക്കും വേണമെങ്കിൽ ഒരു കോഫി കഴിച്ചിട്ട് പോകാം. വേണ്ട സാർ, താങ്ക് യു. ജെറി, നീ അയാളോട് എന്തിനാ നുണ പറഞ്ഞത്? ജെറി, ജെറി, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? പിന്നെ ഞാൻ എന്ത് പറയണം? കോടിക്കണക്കിന് രൂപ കടമുണ്ടെന്ന് പറയണോ? കടക്കാരെ പേടിച്ച് വീട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണോ? പപ്പയുടെ പേരിലെ കേസുണ്ട്, പപ്പ ഇന്റർപോൾ അന്വേഷിച്ചത് ക്രിമിനലാണ്, ഇതൊക്കെയാണോ ഞാൻ പറയേണ്ടത്? അത് എങ്ങോട്ടും പോകാൻ പറ്റാതെ ആഫ്രിക്കയിലെ ഒരു ദുരിതം പിടിച്ച നാട്ടില് എന്റെ പപ്പ പെട്ടിയെടുക്കണമെന്ന് ഞാൻ പറയണോ? പറയണം. നീ ആൾക്കാരോട് സത്യം പറയണം. നമ്മളെക്കുറിച്ചുള്ള സത്യങ്ങളല്ലാതെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഒളിയും മറയൂലാതെ സംസാരിക്കുന്നവരെ ആളുകൾ വിശ്വസിക്കും, കൂടെ നിൽക്കും, നിന്റെ പപ്പയോടൊപ്പം നിന്നതുപോലെ. ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോൾ എതിരെ നിൽക്കുന്നയാളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. യൂസഫ് ഷാ. ഈ ബിസിനസ് മീറ്റിങ്ങിന് നമ്മൾ എപ്പോഴും രാവിലെ തന്നെ പോകണം. നമ്മൾ കാണാൻ പോകുന്ന ആളെന്ന് ആദ്യം കാണുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. എക്സ്ക്യൂസ് മീ. യെസ്, നമ്മൾ തമ്മിൽ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഹൗ കൻ ഐ ഹെൽപ്പ് യു? ഐ എം ഹിയർ ടു മീറ്റ് യൂസഫ് ഷാ. യൂസഫ് ഷാ, യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്? ഇല്ല, എനിക്കൊരു 2 minutes മതി. വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരും. അല്ല, ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വേണേൽ സെക്യൂരിറ്റീനെ വിളിക്കാം. ഓ, എന്നാൽ പോയിട്ട് വരാം. ആ, ഏതട ഞാൻ വിചാരിച്ചു നീ യൂസഫ് ഷായെ മറത്തി അടിച്ച് കച്ചവടം ഉറപ്പിച്ച് പടയപ്പ സ്റ്റൈലിൽ ഒരു വരവ് വരുമെന്നാ. സിനിമയിൽ അതൊക്കെ പറ്റും, ഒറ്റപ്പാട്ടിലെ പണക്കാരനാവാലോ. നടക്കൂല ഫിലിപ്പങ്ങളെ, ജീവിതത്തിൽ അത് നടക്കൂല. യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്? യെസ്. ഓ, എവിടെയുണ്ട്? എടുത്തു അപ്പോയിൻമെൻറ്റ്. എനിക്കറിയാം. അകത്ത് വെയിറ്റ് ചെയ്യും. പ്ലീസ് ബി സീറ്റഡ്. ഓൾ ഗുഡ്? ഓ, കൂട്ടിട്ടൊന്നേ ഉള്ളൂ. ഞാൻ തന്നെയാണ് യൂസഫ് ഷാ. ഹായ് സർ. എനിക്ക് മനസ്സിലായില്ല. സാറേ, 2 ആഴ്ചത്തെ ലീവിന് ചോദിച്ചിരുന്നു നാട്ടിൽ പോവാൻ. 1 മാസത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട. ഗെറ്റ് ഔട്ട്. തേണ്ടി. ടെൽ മീ. ഞാൻ സാറിനെ കുറിച്ച് ഒരുപാട് വായിച്ചിരുന്നു, പക്ഷെ ഫോട്ടോ ഒന്നും കണ്ടില്ല. ഫോട്ടോ വേണ്ട. വേണ്ട. എനിക്കൊരു 200 ടൺ സ്റ്റീൽ വേണം. എൻ്റെ ഒരു ആഫ്രിക്കൻ കസ്റ്റമറിന് വേണ്ടിയാണ്. നിങ്ങളുടെ മറ്റ് ബയേഴ്സിനെ പോലെയല്ല ഞാൻ. എനിക്കൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ കയ്യിൽ ഒരൊറ്റ പൈസയില്ല. ജെറി, തൻ്റെ കൂടെ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ താനുമായിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കോടികളുടെ കടം, ട്രേഡ് ലൈസൻസ് ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല.
ഓഫീസില്ല, എംപ്ലോയീസ് ഇല്ല, ഗ്യാരണ്ടി നിൽക്കാൻ പോലും ആരുമില്ല. കച്ചവടത്തിന് നാവ് മാത്രം മതിയോളൂ. ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ലാതെ 4-5 വർഷം മുന്നേ ഷാർജയിലും ജബലയിലെല്ലാം മില്യൺസിനെ കച്ചവടം നടത്തിയ ഒരാളെക്കുറിച്ച് എനിക്കറിയാം. യൂസഫ് ഷാ. ഞാൻ നിങ്ങളെ തേടി വന്നത് അതുകൊണ്ടാണ്. പഴയ പോലെ റിസ്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യ. നിങ്ങൾ റിസ്ക് എടുക്കണ്ട. വൈകുന്നേരം മേശപ്പുറത്ത് കാശ് കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങളിത് എനിക്ക് തിരിച്ചു തന്നാൽ മതി. ടൺ. യെസ്. 5 ട്രക്ക്. യെസ്. മാനേജർ വർമ്മയോട് സംസാരിച്ചോളൂ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. താങ്ക് യു. യു വെൽക്കം. ജെറി, താൻ ഈ ബിസിനസ്സിൽ പുതിയതാ. ഡീൽ ചെയ്യുന്നത് ആഫ്രിക്കൻസുമായിട്ടും സൂക്ഷിക്കണം. ആഫ്രിക്കൻസ് ഡീൽ ചെയ്യുന്നത് നമ്മൾ മലയാളികളായിട്ടല്ലേ സാറേ? I am not going to the seaport. This concern. ആമാ കഴിഞ്ഞോ? ഇല്ല, അവർ ലോഡ് ചെക്ക് ചെയ്തു. ഇവ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദേ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും പ്രാർത്ഥന നടത്തണ്ട. കാശ് ഇതുവരെ കയ്യിൽ വന്നിട്ടില്ല. ഇവിടെയുള്ള ഓരോരുത്തന്മാരെ തേക്ക് മരം പോലെ ഇരിക്കുക. തേക്കിനൊക്കെ ഇപ്പം നല്ല വിലയാടാ. എല്ലാം നന്നായി പോകും. നിന്റെ ഫസ്റ്റ് ഡീലല്ലേ? ഓൾ ദി ബെസ്റ്റ്. ശരി. Jerry. So you guys carry on. സമത്. Jerry, it's all good. Oh, thank you. How much? Like we said, 1 million. Thank you. ഓക്കെ, സീ യു ദെൻ. താങ്ക് യു. ജെറി, എൻ്റെ അടുത്ത് കുറച്ച് ബൾക്ക് ലോഡുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്കത് വിറ്റ് തീർത്ത് കാശ് കയ്യിൽ വരണം. ബയേഴ്സ് ഒരുപാട് പേരുണ്ട്, പക്ഷെ ആരും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രോംപ്റ്റ് അല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എത്ര ടൺ വരും? 10,000. 10,000 ടൺ. ഹായ് മാം, ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ക്രിസിൻ്റെ ബ്രദറാണ്. ക്രിസ് ജേക്കബിൻ്റെ ബ്രദറോ? യാ. ക്രിസിന് ഇത്രയും വലിയ ബ്രദർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പ്ലീസ് കം. ക്രിസിനെ മാത്സ് പഠിപ്പിക്കുന്നത് ഞാനാ. കഴിഞ്ഞ മാസം നടന്ന ഇൻറ്റേർണൽസിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു. 90% കുട്ടികളുടെ മാർക്സും വളരെ മോശമായിരുന്നു. പക്ഷേ ക്രിസിൻ്റെ ആൻസർ ഷീറ്റ് നോക്കിയപ്പോൾ അവൻ എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ, അതെങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് ഒന്നുമില്ല. ആദ്യം ഞാൻ ഓർത്തു അവൻ എവിടുന്നോ നോക്കി കോപ്പി അടിച്ചതാണെന്ന്. പിന്നെ ഒരു ദിവസം ഞാൻ അവനെ ഇരുത്തി കുറേ പ്രോബ്ലംസ് അങ്ങ് സോൾവ് ചെയ്യിപ്പിച്ചു. ഞാൻ അതിശയിച്ചു പോയി. ഹി ഡസ് നോട്ട് ഹാവ് ടു റൈറ്റ് എ സിംഗിൾ സ്റ്റെപ്പ്. അവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുഴുവനും മനസ്സിലാണ്. അടുത്ത വർഷം ജാനുവരിയിൽ മാത്സിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ UAE റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൽ ക്രിസിൻ്റെ പേരും ഉണ്ടാവും. പേരൻസിനോട് പറയണം, അവനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യണം. യുവർ ലിറ്റിൽ ബ്രദർ ഇസ് എ ജീനിയസ്. താങ്ക് യു മാം. യു വെൽക്കം. ഡാ മുത്തേ, നമ്മളിപ്പോൾ കാണാൻ വരുന്ന ആള് വലിയ കാശുകാരനാണ്. നീ ഇച്ചിരി ബഹുമാനത്തിലൊക്കെ നിൽക്കണേ. വലിയ കാശുകാരനെ കൂടുതൽ ബഹുമാനിക്കുന്ന ജെറി. എല്ലാരും ഒരുപോലെ ബഹുമാനിച്ചൂടെ? നീ ബഹുമാനിച്ചാ മതി. ഞാൻ എന്തിനാണ് ഈ മീറ്റിംഗ് 11 മണിക്ക് വെച്ചതെന്ന് നിനക്കറിയാമോ? ഈ സമയത്ത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചിന് പോകുന്നതിന് മുമ്പുള്ള സമയമാണ് ഈ 11 മണി. അപ്പോൾ ദേ ഇതേപോലെ ഒരു കോഫി ഷോപ്പിൽ ഒരു കോഫി, ഒരു ബിസ്ക്കറ്റ്, പരിപാടി തീർന്നു. വരുന്നയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിലോ? ഇരിക്കാനും പറ്റുന്നില്ല, ഇറങ്ങാനും പറ്റുന്നില്ല. എന്തൊരു വണ്ടി ഇത്!
ഇത് മാറ്റണം. ഇയാളും കാറും തമ്മിൽ ഒരു ടാലി ആവുന്നില്ലല്ലോ. ഹായ് ജെറി. സലീം. ഹായ് സർ. ഹായ് ജെറി. ഹായ്. സബ് യങ് മാൻ. All cool, nice car. പിന്നെ ജെറി, എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. വാ വാ. അയ്യോ, നാക്കെടുത്ത് വളർത്തപ്പോൾ ഞാൻ ഓർത്തു. ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ അല്ലേ? ഇനി ആ കാർഡ് വരച്ച എൻ്റെ കാന്തം വരെ പറഞ്ഞു. സർ സർ, ഇവിടുത്തെ ഫുഡ് ഭയങ്കര മോശമാണ്. ആണോ? ആ, അപ്പോൾ സാറ് പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നമുക്ക് ജ്യൂസ് വല്ല ഓർഡർ ചെയ്താലോ? സ്മോൾ സൈസ് ഫോർ സേഫ്റ്റി. 1 Pepsi please. Okay. 1 Masafi. Make it 2. Okay sir. Yeah, make it 2. ഞാൻ വന്ന കാര്യം പെട്ടെന്ന് പറയാം. അടുത്ത മാസം 5-ാം തീയതി എൻ്റെ നെഫ്യൂവിൻ്റെ 4th വെഡിങ് ആനിവേഴ്സറിയാ. അവരെ ഒരു സെക്കൻഡ് ഹണിമൂണിന് ഞാൻ ദുബായിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാം. ഒരു 3 ദിവസത്തെ ട്രിപ്പ്. അത് കംപ്ലീറ്റ് ഒന്ന് ചാർട്ട് ചെയ്യണം. പണ്ട് എൻ്റെ ബ്രദറിൻ്റെ ഹണിമൂൺ ഇതുപോലെ റെഡിയാക്കാൻ ഞാൻ നിങ്ങളുടെ ട്രാവൽസിൽ വന്നിരുന്നു. അന്ന് ജെറിയുടെ ഫാദർ ആയിരുന്നു മൊത്തം കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തത്. ഓക്കെ. ഇപ്പോഴും എൻ്റെ ബ്രദറും വൈഫും പറയും അത് അവരുടെ ബെസ്റ്റ് ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഞാൻ നിങ്ങളുടെ നമ്പർ തേടി പിടിച്ച് വിളിച്ചത്. പൈസ എനിക്കൊരു വിഷയമല്ല. എൻ്റെ മരുമോനും മരുമോളും ഹാപ്പി ആവണം. ക്യാൻ യു ഹെൽപ്പ് മീ ഔട്ട്? ഷുവർ സർ, ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്തോളാം. താങ്ക്സ്. Excuse me, sir. Would you like to have anything else? No, that's all. No. Okay, I'll get the bill for you. Oh, yeah. You want me to pay the bill? Bill. Ali, what are you doing? He's the owner of this restaurant. Oh, sorry, sir. You come with me. Hotel owner. അല്ല, ബൈ ജെറി. സോറി സർ, സോറി സർ, സോറി. ഞാൻ അറിയാതെ. ഇങ്ങ് വന്നേ. ഇനി പറഞ്ഞത് ശരിയാടോ, ഇവിടുത്തെ ഫുഡ് കൊള്ളൂല. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പിന്നെ വിശപ്പ് കാരണം ഓർഡർ ചെയ്തതാ, വെറുതെ വയറ് കേടാകുവാനും. ഞാൻ ഇവിടുത്തെ ഷെഫിനെയൊക്കെ മാറ്റാൻ വേണ്ടി പോവാ. ഇനി പുറത്താരോടും ചെന്ന് പറഞ്ഞ. അയ്യോ ഇല്ല സർ, ഞാൻ പറയില്ല സർ, ഞാൻ പറയില്ല. ബൈ. ഓക്കെ സർ, ബൈ. ബൈ സർ. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. നമ്മൾ ട്രാവൽസ് അടച്ചു കൂട്ടിയ കാര്യമൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. Are you planning something? യെസ്, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ട്രാവൽസ് തുടങ്ങാൻ പോകുന്നു. How? വെയിറ്റ് ആൻഡ് വാച്ച്. വാ. Cool. ഒരു മാസം കൊണ്ട് ട്രേഡ് ലൈസൻസ് ഒപ്പിക്കണം, കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, വണ്ടികൾ വാങ്ങണം, സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണം, ലീഗൽ സാങ്ഷൻസ് എല്ലാം റെഡിയാക്കണം അല്ലേ? ഇതിന്റെ തലക്കൊല്ല ഓളുണ്ടോ? എടാ, നീ വിചാരിച്ച നടക്കും. നീ വിചാരിച്ച നടക്കും. നിന്റെ ആ ഫ്രണ്ടിലെ മറ്റേ അറബി ചെക്കൻ രതീഷ്. അല്ല, എന്താണ്, റഷീദ്. അവന്റെ ചെറിയൊരു ഹെൽപ്പ് കിട്ടിയാൽ മതി. നടക്കില്ല, എന്റെ ഫ്രണ്ട്സിനൊന്നും ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല ചെറി. എടാ, അവന്റെ കയ്യിലുള്ള കാശിനൊന്നും വേണ്ടിയിട്ടല്ല, ഈ ഗവൺമെന്റ് പേപ്പേഴ്സും സാങ്ഷൻസ് ഒക്കെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ നല്ല കാശും കൊടുത്തോളാം, കുറച്ച്. Eben, can we focus in here? One second, ma'am. Some technical problems. ഈ തലവിടെ വിളിച്ചു കൂടി ഒരു കാര്യമില്ല. നീ സമ്മതിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. നിനക്ക് എന്താ ഇവിടെ കാര്യം? നീ സമ്മതിച്ചാ ജെറി എനിക്കൊരു കിക്കാറ്റ് വായിച്ചു തരും. ഫാമിലി പാക്ക്. എടാ, ഇതിലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. കടങ്ങൾ തീർത്താൽ മാത്രം പോരല്ലോ, ബിസിനസ്സിൽ നമുക്ക് വളരണ്ടേ. സ്റ്റീൽ മാത്രം ഒതുങ്ങിയിട്ട് ഒരു കാര്യമില്ല, പല ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങണം. ഏതെങ്കിലും ഒന്നിൽ പ്രശ്നം വന്നാലും നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. എടാ പ്ലീസ്. ശരി, ഞാൻ രതീഷിനെ വിളിക്കാം. റഷീദ്. റഷീദിനെ വിളിക്കാം. നീ തങ്കപ്പനല്ല, പൊന്നപ്പൻ. അപ്പൊ ശരി, നിന്നെ പണി നടക്കട്ടെ. പെണ്ണുപിള്ളയുടെ വോയിസ് ഉള്ള അല്ലേ? സോറി. യാ, വിൽ ഡു ഇറ്റ് അഗൈൻ. നൈസ് വർക്ക് ജെറി. കൊള്ളാല്ലേ? ലോക കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. മെല്ലെ ഡിസൈനിങ്ങിലേക്ക് ഇറങ്ങണം. ലോഗോ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞുള്ളൂ. എങ്ങനെയുണ്ട്? കളർഫുൾ അല്ലേ? എല്ലാ കളേഴ്സും ഉണ്ടല്ലോ. കൊള്ളാല്ലേ? ഇത് ഇച്ചിരി ക്ലാസ്സായി പിടിച്ചാ. തെയ്യം പോലെ ഉണ്ട്. ഒന്ന് നീക്ക്. കിങ്ഡം ഓഫ് ഹെവൻ. പേര്
കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടിയെന്ന് തോന്നുന്നു. ഒരൊറ്റ ബട്ടൺ നിൽക്കാൻ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്നാ ഞെക്കടാ ഡിലീറ്റ്. നമ്മുടെ ഡിസൈൻ അത്ര മോശമൊന്നുമല്ല അല്ലേ? I like it. മീ ടു. അവന് കളർ സെൻസ് ഒന്നുമില്ലടാ. എന്ത് കുന്താണോ ഡിസൈൻ ചെയ്യണം? ഓക്കേ വരാം. നീല് ഊതറേരി ഉറപ്പാ. എന്താണ്? Nice work, Eben. കിങ്ഡം ഓഫ് ഹെവൻ എന്തോ കുറവ് തോന്നണല്ലേ? 1 second. ജേക്കബ്സ് കിങ്ഡം ഓഫ് ഹെവൻ. കൊള്ളാട്ടോ. എന്ത് പറ്റി? എടാ എന്ത് പറ്റിയെന്ന്? കോളേജിൽ നിന്ന് ഞാൻ ഡിസ്മിസ് ആവാൻ കാരണമായ പയ്യനെ ഓർമ്മയുണ്ടോ ചെറുക്കി? നവീൻ മാത്യൂസോ? അവനെ ഞാനൊന്ന് കണ്ടു. അവൻ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അവൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയോ? എബിൻ, നിന്റെ അപ്പം ബിസിനസ് പൊട്ടി നാട് വിട്ടെന്ന് കേട്ടു. അപ്പം പോയാലെന്താ? നിന്റെ അമ്മ അവിടെ ഇല്ലേ? താല്പര്യം ഉണ്ടാവൂടാ നിന്റെ അമ്മയ്ക്ക് ഞങ്ങളുമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ? എന്നിട്ട് നീ എന്താ ചെയ്തേ? എടാ നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. റോഡിൽ കിടന്ന് എപ്പോഴും അടി ഉണ്ടാക്കണ ഞാനല്ലേ? എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാക്കണ ഞാനല്ലേ? ഞാൻ അവനൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. വാ. അമ്മയ്ക്ക് പറഞ്ഞവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. അമ്മയ്ക്ക് പറയണം. വാ. ഹലോ ഫിലിപ്പങ്ങളെ, താമസിക്കാൻ പുതിയൊരു ഫ്ലാറ്റ് കിട്ടോ? നിങ്ങളുടെ ഫ്ലാറ്റിന് എന്താ പറ്റി? അല്ല, ഈ ഫ്ലാറ്റിൽ ഇനി താമസിക്കാൻ പറ്റും തോന്നല്ലോ. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഈ ഫ്ലാറ്റിലെ ഭയങ്കര ചോർച്ച. ഇവൻ ഇനി എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. ദേ ഒരു ചേട്ടൻ ഇരിക്കുന്നു, ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് കയ്യിൽ കൊടുത്തിരിക്കുക. നീ ആരടാ? ഗുണ്ടാ തലവനോ? ആ ഇടി കിട്ടിയ പയ്യന്റെ ദേഹം ഒന്ന് കാണണം. മാവ് കുഴച്ച മാതിരി ഇരിക്കുക, ഒരു ഇഞ്ച് ബാക്കി വെച്ചിട്ടില്ല. ഞാൻ അവന്റെ പേരൻസിന്റെ കാല് പിടിച്ച് പറഞ്ഞോണ്ടാ അവര് കേസിനൊന്നും പോവാഞ്ഞ്. അതുകൊണ്ടൊന്നും അല്ല, അവനെന്ത് തോന്നിയാസാ പറഞ്ഞത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവനെ വീട്ടിൽ പോലും കയറ്റാറില്ല അവര്. നീ മിണ്ടരുത്. ഫിലിപ്പ് ചൈനവനെയൊക്കെ ഒന്ന് ഉപദേശിച്ചൂടെ? അത് പിന്നെ അവൻ പറഞ്ഞത് തോന്നിയ ദിവസമാണെങ്കിലും നീ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് അടിക്കണ്ടായിരുന്നു. വല്ല പ്ലാസ്റ്റിക് ബാറ്റോ മറ്റോ മതിയായിരുന്നു. മാറി ഇറക്കാം. പറയാൻ പോയ എന്നെ പറയണം. മുരളി മേനോനായിട്ട് സംസാരിച്ചോ? നാളെ കോടതി കാണാന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ എൻ്റെ പകുതി പൈസയല്ലേ റെഡിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ പേരിലുള്ള കേസ് മാത്രം റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. പപ്പ ചെറി, നീ പപ്പയെ വിളിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ. ഹൗസ് ഹി ഇപ്പോൾ പഴയ പോലെയൊക്കെ സംസാരിക്കാറുണ്ടോ? ഐ വാസ് നെവർ എ ഗുഡ് സൺ ചെറി. ഞാൻ പപ്പയെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ? നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നീ നിന്റെ പപ്പയെ പോലെ. ഈ മുരളി മേനോൻ്റെ വീട് എവിടെയാ? ബർദുബായിലാ. എന്തു പറ്റി? നമുക്ക് രാത്രി അവിടെ ചെന്ന് 2 പൊട്ടിക്കൽ പൊട്ടിച്ചാലോ?
നീ കഴിച്ചില്ലല്ലോ, എന്നാ കഴിക്കി. ഞാനിന്ന് രാവിലെ നിന്നെ സ്വപ്നം കണ്ടു. രാത്രി വല്ലതും കൊണ്ട് പേടിച്ചിട്ടായിരിക്കും. പോടാ. സ്വപ്നത്തില് നിന്റെ അടുത്തും വലത്തുമായിട്ട് ഞാൻ ഏഞ്ചൽസിനെ കണ്ടു. എന്നിട്ട് ഏഞ്ചൽസ് കാശുവല്ലോ നിന്നോ? നിനക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? ഇല്ല. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവ അത്ഭുതം പ്രവർത്തിക്കും. जरी साहब, जरी साहब, पहचाना साहब आपने मुझे? मैं पुराने फ्लैट में सिक्योरिटी था साहब। ओ रविंदर, कैसे हो? बहुत अच्छा साहब, मेरी बेटी की शादी हो गई सर। ओह कंग्रेट्स साहब, जेकब साहब से मिलना था। वो आउट ऑफ स्टेशन है। जेकब साहब ने मेरी बहुत मदद की है, ये मेरी बेटी ने बनाया है, ये आप प्लीज़ उन्हें दे दीजिए। थैंक यू। अरे आप थोड़ा खोल के तो देखिए। कैसा लगा साहब? बहुत अच्छा है। चलता हूँ साहब। साहब, गॉड ब्लेस योर फैमिली। ठीक बोला साहब? चलता हूँ साहब। Hello. Listen, I told you you'll get your money today. You'll get your money back today. Trust me. Okay, bye. Tell me what is the problem. What is the case? سمحت أنا محتاج أخلص أوراق ضروري. क्या मसला है आपका? Actually, I have no work permit. कब एक्सपायर हो रहा है? A contract? I cannot stay with him. I want a divorce. Surely? Yes, sir. I have to do my job. السلام عليكم. عليكم السلام. كيفك؟ بخير. شو أخبارك؟ شو هذا عقد؟ أيوة. കോടതിയിലേക്ക് കേസ് പോകുന്നതിന് മുമ്പ് കോൺട്രാക്ട് ഇവിടെ നോട്ടറൈസ് ചെയ്യണം. നോട്ടറി പബ്ലിക്കിന്റെ അറ്റസ്റ്റേഷൻ കിട്ടിയാലേ ഇയാൾ ഉണ്ടാക്കിയ കോൺട്രാക്ട് വാല്യൂഡ് ആവുള്ളൂ. معك رقم الكيس؟ كيس نمبر 2141. علي صوتك. لاودر علي صوتك. 21412008.